ഹലോ, ചിഞ്ചസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ശങ്കരനാരായണനോട് ശക്തമായി പ്രതികരിച്ച് സംസാരിക്കുന്ന വേദയാണ്. വേദ പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ടാളുടെയും നാടകം ഇതോടുകൂടി അവസാനിപ്പിക്കണമെന്നും എന്നെയും വിക്രമിനെയും അകറ്റാൻ ഇനി നിങ്ങൾക്ക് പറ്റില്ല എന്നും ഇനി ഒരിക്കലും ഞങ്ങളെ രണ്ടുപേരെയും ഉപദ്രവിക്കാൻ വരുതെന്നും പറയാണ്. ഇതെല്ലാം കേട്ട് തകർന്നു നിൽക്കുകയാണ് ശങ്കരനാരായണൻ വേദയോട് പറയുന്നുണ്ട്, എനിക്ക് ഇനി നിന്നോടൊന്നും സംസാരിക്കേണ്ട എന്നും എൻ്റെ കൺമുന്നിൽ നിന്നും പോവാനെന്നും. അങ്ങനെ വേദയും വിക്രമം അവിടെ നിന്ന് പോവാണ്. അവർ പോയതും റൂമിലേക്ക് അച്ചമ്മയും പത്മവും വർഷയും വരികയാണ്. അവർ വന്നതും ശ്രീകാന്ത് വേദ വന്നതും പറഞ്ഞതും പറയുന്നുണ്ട്. ഇത് കേട്ട് വേദയെ വിളിക്കാൻ ഒരുങ്ങിയ അച്ചമ്മയെ തടയാണ് ശങ്കരനാരായണൻ. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ വിക്രമിനെയും വേദയുമാണ്. അവരെ കണ്ടതും കമല കാര്യം അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ വേദ പറയാണ് അച്ഛനെ കണ്ടു എന്നും ഒരു കുഴപ്പവും ഇല്ല. എന്നാൽ ഇത് കേട്ട വിക്രം പറയുന്നുണ്ട്, കണ്ടിട്ട് തോന്നുന്നത് വയ്യാതെ കിടക്കുകയാണെന്നും ടേബിളിൽ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടെന്നും. എന്നാൽ വേദ ഇതൊന്നും സമ്മതിക്കുന്നില്ല. ഇത് കേട്ട് എല്ലാവരും പറയുന്നുണ്ട് വേദയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയെന്ന്. ഇത് കേട്ട് വേദ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തുന്ന ശങ്കരനാരായണനെയാണ്. അവരെ കണ്ടതും ദീപ്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ദീപ്തി കാര്യങ്ങൾ അന്വേഷിച്ചതും ശ്രീകാന്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. പിന്നീട് കാണിക്കുന്നത് ചുമരിലെ വേദയോടൊപ്പമുള്ള ഫോട്ടോ കണ്ട് കരയുന്ന ശങ്കരനാരായണനെയാണ്. കരഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ അതെടുത്ത് വലിച്ചെറിയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദയുടെ ഫോണിലേക്ക് വിളിക്കുന്ന മുത്തശ്ശിയാണ്. അത് കണ്ട് കമല കോൾ എടുത്തതും മുത്തശ്ശി എല്ലാ കാര്യങ്ങളും പറയാണ് കമലയോട്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.